ഹലോ നമസ്കാരം. PSC നോട്ട്സിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരു 3 ഡിഗ്രിയിലാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. കമ്പാരിസൺ ആ വാക്കിൽ നിന്ന് തന്നെ അർത്ഥമാക്കുന്നത് എന്താണ്? നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് കമ്പയർ ചെയ്യുക? ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആർ അഡ്ജക്റ്റീവ്സ് that change form and are used to compare one thing or one person to another. One thing or one person to another. When we compare, it is used to compare one thing. But comparison, degrees of comparison is used to, it is an adjective that change form and are used to compare one thing or one person to another. ഒരു സാധനത്തെയോ ഒരാളെയോ മറ്റെന്തിനോ ആയിട്ട് കമ്പയർ ചെയ്യാനാണ് നമ്മൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഉപയോഗിക്കുക. There are 3 types: positive degree, comparative degree and superlative degree. Positive degree, comparative degree and superlative. 3 degrees ഉണ്ട്: പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ്. അപ്പോൾ നമ്മൾ ഓർത്ത് വെക്കുക, ഡിഗ്രീസ് ഒക്കെ സാധാരണ നമ്മൾ ഒരു ഡിഗ്രി എടുക്കുന്നത് ഇങ്ങനെ 3 വർഷം കൊണ്ടല്ലേ. അപ്പോൾ അങ്ങനെ ഒന്ന് ഓർത്ത് വെക്കുക. അതൊരു 3 ടൈപ്സ് ഉണ്ട്: പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ്. പോസിറ്റീവ് ഇത് എന്താണ്? ദേ ആർ അപ്ലിക്കബിൾ ടു അഡ്ജക്റ്റീവ്സ് ആൻഡ് ആഡ്വേർബ്സ്. അപ്പോൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആർ ആപ്ലിക്കബിൾ ടു അഡ്ജക്റ്റീവ്സ് ആൻഡ് ആഡ്വേർബ്സ് ആൻഡ് നോട്ട് ടു നൗൺസ് ആൻഡ് വെർബ്സ്. അപ്പോൾ നൗൺസിനോ വെർബിനോ ഇത് ആപ്ലിക്കബിൾ അല്ല. ഏതിനൊക്കെയാണ് ആപ്ലിക്കബിൾ വരുന്നത്? അഡ്ജക്റ്റീവ്സ് ആൻഡ് ആഡ്വേർബ്സ്. അപ്പോൾ ചില വാക്കിന് കമ്പാരിറ്റീവ്, പോസിറ്റീവ് ഉണ്ട്, അതിന് കമ്പാരിറ്റീവോ സൂപ്പർലേറ്റീവ്സോ ഇല്ല. അത് അങ്ങനെയുള്ള വാക്കിന് എക്സാമ്പിളാണ് റൗണ്ട്, യുണീക്ക്, പെർഫെക്റ്റ്. ഇതെല്ലാം എന്താണ്? അഡ്ജക്റ്റീവ്സ് ആണ്. ബട്ട് ദർ ഈസ് നോ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഫോർ ദീസ് വേർഡ്സ്. റൗണ്ട്, യുണീക്ക്, പെർഫെക്റ്റ്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. റൗണ്ട്, യുണീക്ക്, പെർഫെക്റ്റ്. ഈ 3 വാക്കിനും എന്താണ്? നോ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. അതായത് കമ്പാരിറ്റീവ് ഫോമും ഇല്ല, സൂപ്പർലേറ്റീവ് ഫോമും ഇല്ല. ഓക്കെ, ഇനി ഫോർമേഷൻ ഓഫ് കമ്പാരിറ്റീവ്സ് ആൻഡ് സൂപ്പർലേറ്റീവ്സ് എങ്ങനെയാണ് നമ്മൾ ഫോം ചെയ്യുന്നത്? കമ്പാരിറ്റീവ് ഫോമും സൂപ്പർലേറ്റീവ് ഫോമും നമ്മൾ എങ്ങനെയാണ് അത് ഫോർമേഷൻ, അല്ലെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ നിർമ്മിക്കുന്നത്? എങ്ങനെ വേണം? ഒരു പോസിറ്റീവ് വാക്ക് അല്ലെങ്കിൽ ഒരു അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒരു ആഡ്വേർബ് കണ്ടു കഴിഞ്ഞാൽ അതിനെ നമ്മൾ കമ്പാരിറ്റീവ് ഫോമിലേക്കും സൂപ്പർലേറ്റീവ് ഫോമിലേക്കും ചേഞ്ച് ചെയ്യാൻ എന്താണ് ചേർക്കേണ്ടത്? നോക്കിക്കേ, കമ്പാരിറ്റീവ് ആൻഡ് സൂപ്പർലേറ്റീവ്. കമ്പാരിറ്റീവ് ആണെങ്കിൽ ER ആഡ് ചെയ്യുക. ആ വാക്കിനോട് ഒപ്പം അവസാനം ER എന്ന 2 അക്ഷരങ്ങൾ ആഡ് ചെയ്യുക. ഹാർഡ്, ഹാർഡർ. ദെൻ സൂപ്പർലേറ്റീവ് കിട്ടാൻ എന്ത് ചെയ്യണം? ഹാർഡസ്റ്റ്, EST ആഡ് ചെയ്യുക. EST. അപ്പോൾ EST ആഡ് ചെയ്യുക. ER ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പാരിറ്റീവ് കിട്ടും. EST ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർലേറ്റീവ് കിട്ടും. അങ്ങനെയുള്ള എക്സാമ്പിളാണ് ഹാർഡ്, ഹാർഡർ, ഹാർഡസ്റ്റ്, സ്വീറ്റ്, സ്വീറ്റർ, സ്വീറ്റസ്റ്റ്. അവിടെ EST ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സൂപ്പർലേറ്റീവായി. ER ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കമ്പാരിറ്റീവായി. ഇനി എവിടെയാണ് നമ്മൾ പോസിറ്റീവ് ചേർക്കുക, എവിടെയാണ് കമ്പാരിറ്റീവ് ചേർക്കുക, എവിടെയാണ് സൂപ്പർലേറ്റീവ് ചേർക്കുക, അത് നമ്മൾ പഠിക്കണം. അപ്പോൾ there are 3 types of comparison, degrees of comparison: പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ്. ഇപ്പോൾ കമ്പാരിറ്റീവ് ചേർക്കാൻ എങ്ങനെ ചേർക്കണം? ആ വാക്യ പോസിറ്റീവ് ഫോമോടുകൂടി ആ വെർബ്, ആ അഡ്ജക്റ്റീവിൻ്റെ അവസാനം ER എന്ന 2 അക്ഷരം ചേർത്ത് കഴിഞ്ഞാൽ അത് കമ്പാരിറ്റീവ് ഫോമായി. ദെൻ EST എന്ന അക്ഷരം 3 അക്ഷരം ചേർത്ത് കഴിഞ്ഞാൽ സൂപ്പർലേറ്റീവ് ഫോമായി. ഇനി എപ്പോഴൊക്കെയാണ് പോസിറ്റീവ് ഫോം ചേർക്കുക, എവിടെയാണ് കമ്പാരിറ്റീവ് ഫോം ചേർക്കുക, എവിടെയാണ് സൂപ്പർലേറ്റീവ് ഫോം ചേർക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. When we speak about only one person or thing, when we speak about only one person or one thing, ഒരാളെക്കുറിച്ചോ ഒരു സാധനത്തെക്കുറിച്ചോ നമ്മൾ സംസാരിക്കുമ്പോൾ we use പോസിറ്റീവ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ. അപ്പോൾ അവിടെ കമ്പാരിസൺ നടക്കുന്നില്ല. എന്താണ്? ഒരാളെക്കുറിച്ചൊരു കാര്യം പറയുവാണ്. ഓക്കെ, അപ്പോൾ ഷീ ഈസ് എ ഗുഡ് സിംഗർ. അത് ഒരാളെക്കുറിച്ചുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. വെൻ വി സ്പീക്ക് അബൌട്ട് ഓൺലി വൺ പേഴ്സൺ ഓർ വൺ തിങ്, ഒരാളെക്കുറിച്ച് മാത്രം പറയാണ്. ഷീ ഈസ് എ ഗുഡ് സിംഗർ. അവിടെ നമ്മൾ ഗുഡ് എന്നുള്ളൊരു അഡ്ജക്റ്റീവാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് അത് പോസിറ്റീവ് ഡിഗ്രിയാണ്.
ഗുഡ്. ഷീ ഈസ് എ ഗുഡ് സിംഗർ. അവിടെ പോസിറ്റീവ് ഡിഗ്രിയാണ്. ഇനി അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് അവിടെ പോസിറ്റീവ് ഡിഗ്രി ചേർത്തത്? അവിടെ when we are talking about only one person or one thing, ഒരാളെക്കുറിച്ച് മാത്രം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പോസിറ്റീവ് ഡിഗ്രിയാണ് യൂസ് ചെയ്യുക. ദെൻ സെക്കൻഡ് റൂളാണ് when two persons are involved. two persons, അപ്പോൾ ഒരാൾ കഴിഞ്ഞു, ഒന്നിലധികം രണ്ട് പേരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ when we speak about more than one person അല്ലെങ്കിൽ two persons are involved, we use comparative. two persons are involved, we use comparative form. Then when three or more persons are referred, three or more, അത് ഇനി നമ്പർ ആകാം, 3 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 100, എത്ര വേണേലും ആകാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ we use superlative. അപ്പോൾ ഓർക്കുക, when we speak about only one person we use positive, when two persons are involved comparative, when 3 or more persons are referred superlative. എവിടേക്കാണ്? when we speak about one person or one thing we use positive, when we speak about more than one person അല്ലെങ്കിൽ two persons are involved, two persons അല്ലെങ്കിൽ രണ്ട് പേര് വരുമ്പോൾ അവിടെ കമ്പയർ ചെയ്തു. she is taller than, രമ is taller than രാധിക. ഇങ്ങനെ രണ്ട് പേരെ കമ്പയർ ചെയ്യുമ്പോൾ, എന്തെങ്കിലും രണ്ട് സാധനമാകാം, രണ്ട് പേഴ്സൺ ആകാം, അല്ലെങ്കിൽ രണ്ട് തിങ് ആവാം, ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ കമ്പാരിറ്റീവ് ഫോം യൂസ് ചെയ്യുക. അപ്പോൾ രണ്ട് പേരാണ്. when two persons are involved, comparative is used. Okay, when 3 or more persons are involved or referred, 3 or more, മൂന്നോ അതിലധികമോ വരുമ്പോൾ സൂപ്പർലേറ്റീവ് ചേർക്കുന്നു. അതിന് കുറേ വാക്കുകളുടെ എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഹാപ്പി, ഹാപ്പിയർ, ഹാപ്പിയസ്റ്റ്. ഓക്കെ, നോക്കിക്കേ, അതിൻ്റെ സ്പെല്ലിങ്ങിന് ചെറിയൊരു ചേഞ്ച് ഉണ്ട് അല്ലേ? എന്താണ് ഈ പോസിറ്റീവ് ഫോമായ ഹാപ്പി എന്ന വാക്കോടുകൂടി ER ചേർത്ത് കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്, അല്ലെങ്കിൽ EST ചേർത്ത് കഴിഞ്ഞാൽ സൂപ്പർലേറ്റീവ് ആവുമെന്ന് പറഞ്ഞു. പക്ഷെ നോക്കിക്കേ, ഹാപ്പി HAPPY ആണ്. അവിടെ Y വെച്ച് എൻഡ് ചെയ്യുന്ന വാക്കുകൾക്കെല്ലാം കമ്പാരിറ്റീവ് ഫോം ചേർക്കാൻ വേണ്ടി Y കട്ട് ചെയ്തിട്ട് റിമൂവ് ചെയ്തിട്ട് I ആയി മാറും. അതുകൊണ്ടാണ് ഹാപ്പിയർ. അതുപോലെ തന്നെ സൂപ്പർലേറ്റീവ് ആഡ് ചെയ്യാൻ വേണ്ടി വൈയും ഐയും എനിമീസാണ്. അപ്പോൾ Y കട്ട് ചെയ്യുക, IEST ആഡ് ചെയ്യുക. അപ്പോൾ ഹാപ്പിയസ്റ്റ്, ഈസി. അതുപോലെ തന്നെ Y വെച്ച് എൻഡ് ചെയ്യുന്ന അഡ്ജക്റ്റീവ്സിൽ കമ്പാരിറ്റീവ് ഫോമും സൂപ്പർലേറ്റീവ് ഫോമും കിട്ടാൻ Y റിമൂവ് ചെയ്തിട്ട് I ആഡ് ചെയ്യുക. ദെൻ ER, IER, ഈസി, ഈസിയർ, ഈസിയസ്റ്റ്. സെയിം വേ pretty, prettier, prettiest. കണ്ടോ, Y വെച്ച് എൻഡ് ചെയ്യുന്ന ഈസി, ഹാപ്പി, pretty ഇങ്ങനെയുള്ള വാക്കുകളുടെ അവസാനം Y റിമൂവ് ചെയ്യുക, ആഡ് I, then ER, then EST. pretty, prettier, prettiest. then big, big, biggest. ഇതിനകത്തൊരു റൂളുണ്ട്. നോക്കിക്കേ, ഇതിനകത്ത് ബിഗ്, BIG, ഇവിടെ കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവിലും വന്നപ്പോൾ എന്താണ്? ER EST ആഡ് ചെയ്യുന്നതിന് മുന്നേ ആ കോൺസണന്റ് ലെറ്ററായ G ഡബിൾ ചെയ്തു. എന്തുകൊണ്ടാണ് അവിടെ G ഡബിൾ ചെയ്തത്? ഇതിനെ ദാറ്റ് കോൺസണന്റ് ലെറ്റർ comes just after the vowel sound. അപ്പോൾ വവ്വലിന് ശേഷം വരുന്ന ഒരു കോൺസണന്റ് ലെറ്ററിന്, ഒരു വവ്വൽ സൗണ്ടിന് ശേഷം വരുന്ന ഒരു കോൺസണന്റ് ലെറ്ററോട് കൂടി എൻഡ് ചെയ്യുന്ന വാക്കുകളിൽ കമ്പാരിറ്റീവ് ഫോമും സൂപ്പർലേറ്റീവ് ഫോമും നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി ആ കോൺസണന്റ് ലെറ്റർ, വവ്വൽസിന് ശേഷം വന്ന കോൺസണന്റ് ലെറ്റർ ഡബിൾ ചെയ്യുന്നു. അതായത് വീണ്ടും ഒന്നുകൂടി ആഡ് ചെയ്തതിന് ശേഷം വേണം ERഉം ESTയും ആഡ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ബിഗ്, ബിഗർ, ബിഗസ്റ്റ്. അവിടെ I വവ്വൽ സൗണ്ട് വന്നതുകൊണ്ടാണ് ഈ G ഡബിൾ ആയത്. കമ്പാരിറ്റീവിലും സൂപ്പർലേറ്റീവിലും ഡബിൾ ആയത്. ഓക്കെ, സെയിം വേ തിൻ, THIN, അവിടെ I വവ്വൽ സൗണ്ടാണ്, ദെൻ കോൺസണൻ്റ് ആണ്. അതുകൊണ്ട് ഈ കോൺസണൻ്റ് കമ്പാരിറ്റീവിലും സൂപ്പർലേറ്റീവിലും ഡബിൾ ചെയ്യണം. തിൻ, തിന്നർ, തിന്നസ്റ്റ്. ഓക്കെ, ദെൻ എല്ലാ വാക്കിൻ്റെയും കൂടെ നമ്മൾ ERഉം ESTയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവും കിട്ടത്തില്ല. ദാറ്റ് ഈസ് ഇൻ ഡിഫറെൻറ്റ്. സം വേർഡ്സ് ആർ ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ്. സോ ഏതൊക്കെ വേർഡ്സുകളാണെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? ബ്യൂട്ടിഫുൾ. അപ്പോൾ ബ്യൂട്ടിഫുള്ളിൻ്റെ കൂടെ ERഉം ESTയും ആഡ് ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെ വേണം? മോർ ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ. ദെൻ കറേജിയസ്, മോർ കറേജിയസ്, മോസ്റ്റ് കറേജിയസ്. യൂസ്ഫുൾ, മോർ യൂസ്ഫുൾ, മോസ്റ്റ് യൂസ്ഫുൾ. ദെൻ
ഇനി ചില വാക്കുകളിന് കൂടെ മോറും മോസ്റ്റും ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് കിട്ടി. അപ്പോൾ മോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് സൂപ്പർലേറ്റീവാണ്, മോർ എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവാണ്. അതൊന്ന് ഓർത്ത് വയ്ക്കണം കേട്ടോ. മോർ കമ്പാരിറ്റീവ്, ദെൻ മോസ്റ്റ് ചേർക്കുന്നത് സൂപ്പർലേറ്റീവ്ലി. ഇനി ഇതുമല്ലാതെ ചേർക്കുന്നതും മോറും മോസ്റ്റും ചേർക്കുന്നതും കൂടാതെ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവ് ഫോംസും ഉണ്ട്. ഈ വാക്കുകളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഫോർ എക്സാമ്പിളാണ് ഗുഡ്. അപ്പോൾ മോറോ ഒന്നും ചേർക്കാൻ പറ്റത്തില്ല. എന്താണ് ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. ബെറ്റർ കമ്പാരിറ്റീവ് ഫോം, ബെസ്റ്റ് സൂപ്പർലേറ്റീവ്. ഇത് ബൈ ഹാർട്ട് ചെയ്തേ പറ്റൂ. ഇങ്ങനെ തന്നെ പഠിക്കണം. ചേർത്ത് കഴിഞ്ഞാൽ ചേർത്ത് കഴിഞ്ഞാൽ കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവും കിട്ടുന്നത് ഒരു കൂട്ടം, മോറും മോസ്റ്റും ചേർത്ത് കഴിഞ്ഞാൽ കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് കിട്ടുന്ന വേറൊരു ഗ്രൂപ്പ്, ദെൻ വേറെ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറെ വാക്കുകൾ വരുന്നത് വേറൊരു ഗ്രൂപ്പ്, മൂന്നാമത്തെ ഗ്രൂപ്പായിട്ട് നമ്മൾക്ക് പഠിക്കണം. ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്, ബാഡ്, വേഴ്സ്, വേഴ്സ്റ്റ്. വേഴ്സ് ആൻഡ് വേഴ്സ്റ്റ് ഇത് രണ്ടും കമ്പയർ ചെയ്ത് മാറിപ്പോകരുത്. സ്പെല്ലിംഗ് ബൈ ഹാർട്ട് ചെയ്യണം. WORSE, വേഴ്സ്. ദിസ് ഈസ് ഇൻ ദ comparative form. Worst, 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 that is in the superlative form. Okay, then അതുപോലെ തന്നെ much, more, most. അറിയാമല്ലോ, much പോസിറ്റീവ് ആണ്, more, most superlative ആണ്. Okay, then same way little, less or lesser, least. ഇവിടെ ലീസ്റ്റ് ആണ് സൂപ്പർലേറ്റീവ്. കുറച്ച്, അതിനേക്കാളും കുറച്ച്, ഏറ്റവും കുറച്ച്, അതാണ് ഇവിടെ ലീസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ലിറ്റിൽ, ലെസ് ഓർ ലെസർ, then least. Okay, ഇനി കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. എക്സസൈസ്. There are very few places as dash as Paris. നോക്കിക്കേ, പാരീസിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഓർക്കുക. നമ്മൾ when we speak about only one person or one thing we use positive degree. അതാണ് അവിടെ റൂൾ അല്ലേ. എന്ത് വരും? pretty, prettier, prettiest. പോസിറ്റീവ് ഫോം ഏതാണ്? pretty. യെസ്. അപ്പോൾ there are very few places as pretty as Paris. As pretty as Paris. Okay. Of the two, second question. Of the two, who is dash? Tall, taller, tallest. It is a question. അതൊരു question ആണല്ലേ. Of the two. അപ്പോൾ when we speak about only two persons are involved, എന്താണ് നമ്മൾ യൂസ് ചെയ്യുക? പറഞ്ഞല്ലോ റൂളിൽ 2 persons are involved. എന്താണ് യൂസ് ചെയ്യുക? പറയൂ, നിങ്ങളൊന്ന് ക്ലാസ്സിൻ്റെ ഒപ്പം തന്നെ പറഞ്ഞു നോക്കൂ. ഒരു ലൈവ് ക്ലാസ് പോലെ നിങ്ങൾക്ക് തോന്നും. അപ്പോൾ when we speak about 2 persons അല്ലെങ്കിൽ 2 persons are involved, we use comparative. Of the two, who is taller? അതാണ് ഇവിടെ വരിക. കമ്പാരിറ്റീവ് ഫോം. കാരണം എന്താണ്? അവിടെ 2 പേഴ്സൺ ഉണ്ട്. Third question. This is the dash house in the neighborhood. This is the dash house in the neighborhood. ഇത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. എന്താണ്? ഈ അടുത്തുള്ള പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഈ അടുത്ത പരിസരത്തുള്ള വീടുകളിൽ ഇതാണ് ഒരു ഹൗസ്. എന്ത് ഹൗസ്? ബിഗ് ഹൗസ് ആണോ, ബിഗ്ഗർ ഹൗസ് ആണോ, ബിഗ്ഗസ്റ്റ് ഹൗസ് ആണോ? അപ്പോൾ ഇതിനെ കമ്പയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എത്ര ആളുകളും അല്ലെങ്കിൽ എത്ര ഐറ്റംസുമായിട്ട് അല്ലെങ്കിൽ എത്ര എണ്ണമായിട്ട് കമ്പയർ ചെയ്തു എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇതൊരു കമ്പാരിസൺ ആണ് അല്ലേ. ഒരു പോസിറ്റീവ് ഡിഗ്രി ആണോ ചേർത്തിരിക്കുന്നത്? അല്ല. കാരണം ദിസ് ഈസ് ദ ബിഗ് ഹൗസ് ഇൻ ദ നെയ്ബർഹുഡ് എന്ന് പറയും. ദിസ് ഈസ് ദ ഡാഷ് ഹൗസ് അല്ലെങ്കിൽ ദിസ് ഈസ് ദ ഡാഷ് ഹൗസ്. ബിഗ് ഹൗസ് എന്ന് പറയോ, ബിഗ്ഗർ ഹൗസ് എന്ന് പറയോ, ബിഗ്ഗസ്റ്റ് ഹൗസ് എന്ന് പറയോ? കൺഫ്യൂഷനായി. അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ ഒരൊറ്റ അടിയുള്ളൂ. എന്താണ് അവിടെ ചേർക്കുക? യെസ്, എന്താണ് ചേർക്കുക? ഇവിടെ ദ കണ്ടോ? ദിസ് ഈസ് ദ. അവിടെ ദ കണ്ടു കഴിഞ്ഞാൽ ഓർക്കുക എന്തായിരിക്കും? സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ചേർക്കുക. സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ഏതാണ്? ബിഗ്ഗസ്റ്റ്. ദിസ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഹൗസ് ഇൻ ദ നെയ്ബർഹുഡ്. അവിടെ ദ ചേർക്കുന്നത് എന്തുകൊണ്ടാണ്? സൂപ്പർലേറ്റീവിന് മുന്നേ നമ്മൾ എപ്പോഴും ദ എന്നുള്ള ആർട്ടിക്കിൾ ചേർക്കും. സൂപ്പർലേറ്റീവിന് തൊട്ട് മുൻപേ ദ കാണും. അപ്പോൾ ക്വസ്റ്റ്യനിൽ ദ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം എന്താണ്? വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഗ്യാപ്പിന് തൊട്ട് മുന്നേ ദ ഉണ്ടെങ്കിൽ എന്താണ് ചേർക്കുക? സൂപ്പർലേറ്റീവ് ഫോമാണ്. അത് ബൈ ഹാർട്ട് ചെയ്യണം. ക്വസ്റ്റ്യനിൽ കമ്പാരിറ്റീവ്, അപ്പോൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിൽ ക്വസ്റ്റ്യനിൽ ജസ്റ്റ് ആ ബ്ലാങ്ക്സിന് തൊട്ട് മുന്നേ ദ ഉണ്ടെങ്കിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രി ആയിരിക്കും, ബിഗ്ഗസ്റ്റ് ആയിരിക്കും ചേർക്കുക. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ.
there is nothing dash than a glass of water. There is nothing dash than a glass of water. ഇതിനകത്ത് ഇവിടെ കമ്പാരിസൺ എന്താണ് കമ്പയർ ചെയ്തിരിക്കുന്നത്? അപ്പോൾ ഒരു ഗ്ലാസ് ഓഫ് വാട്ടറിനേക്കാളും നല്ലതായിട്ട് വേറൊന്നുമില്ല എന്നാണ് അവിടെ മീൻ ചെയ്യുന്നത്. അപ്പോൾ കമ്പാരിസൺ ഏത് ഫോമാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കൺഫ്യൂഷൻ വരും. ഗുഡാണോ, ബെറ്റർ ആണോ, ബെസ്റ്റ് ആണോ? അപ്പോൾ നോക്കുക, ദസ് ഈ വാക്ക് നോക്കുക, ദാൻ. ഈ ദാൻ എന്ന വാക്ക് കണ്ടോ, നമ്മൾ എന്ത് ചേർക്കണം? അവിടെ കമ്പാരിറ്റീവ് ഫോമാണ്. അവിടെ നോക്കുക, ദ വന്നു കഴിഞ്ഞാൽ സൂപ്പർലേറ്റീവ്, ദാൻ വന്നു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്. ഇത് രണ്ടും ബൈ ഹാർട്ട് ചെയ്തേ പറ്റൂ. ഓക്കെ, ഏതൊക്കെയാണ്? ദ വന്നു കഴിഞ്ഞാൽ സൂപ്പർലേറ്റീവ്, ദാൻ വന്നു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്. ഓക്കെ, അപ്പോൾ കമ്പാരിറ്റീവ് ഫോം ഏതാണ്? ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. അവിടെ ബെറ്റർ ആണ് കമ്പാരിറ്റീവ് ഫോം. അതുകൊണ്ട് there is nothing better than a glass of water. ഓക്കെ, ഓർത്ത് വയ്ക്കുക, ദ വന്നു കഴിഞ്ഞാൽ സൂപ്പർലേറ്റീവ്, ദാൻ വന്നു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്. ഓക്കെ, ദെൻ ഇത്രയാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. ചെറിയ ടോപ്പിക്കാണ്, പക്ഷെ നമ്മുടെ മാർക്ക് ഈസി ആയിട്ട് പോകാനും ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ട് ഈസി ആയിട്ട് പഠിക്കുക. വളരെ സിമ്പിളാണ്. ഒറ്റ റൂളേ ഉള്ളൂ. എന്താണ് റൂള്? when we speak about only one person or one thing, we use positive form. When speak about two persons, only two things or two persons are involved, we use comparative form. When we speak about more than two person or two or more persons are involved or referred, we use superlative. Before superlatives we use the, before after comparative we use than. ഇത്രയേ ഉള്ളൂ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. അപ്പോൾ മനസ്സിലാക്കി പഠിക്കുക, ഈസിയാക്കി ക്ലിയർ ആയിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.